കുറച്ച് പച്ചമാങ്ങ എടുത്ത് അച്ചാറിട്ടേക്കാന്ന് വിചാരിച്ചു. ഇവിടെ ഇങ്ങനെ അച്ചാറുണ്ടാക്കി കുറേ നാളത്തേക്ക് വെക്കുന്ന പതിവൊന്നുമില്ല കേട്ടോ. അച്ചാറിടുക, കഴിക്കുക, ഒരു 5-6 ദിവസത്തേക്ക് കണക്കാക്കിയേ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ, അല്ലാതെ കുറേ നാളത്തേക്ക് വെക്കുന്ന ഒരു പതിവേ ഇല്ല. അപ്പം നമ്മൾ നിറച്ച് എണ്ണ ഒഴിച്ച്, അതായത് നിറച്ച് നല്ലെണ്ണ ഒഴിച്ച് ഒരു അച്ചാറിട്ടേക്കാന്ന് വിചാരിച്ചു. നല്ലപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയില്ല കേട്ടോ, മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ മൂപ്പിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അങ്ങനെ നമ്മളൊരു സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അത്യാവശ്യം നല്ലപോലെ എണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആ എണ്ണ ചോറിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ആ ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഇത്ര അധികം എണ്ണ ഒഴിച്ചത് ഉണ്ടാക്കിയത്. അങ്ങനെ മാങ്ങയൊക്കെ വെട്ടി കഴുകി മുറിച്ചൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റിയിട്ട് നല്ലപോലെ കായം കൂടി ഇട്ട് കൊടുക്കും. കായത്തിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോഴാണ് കുറച്ചധികം ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അച്ചാറിന് കേട്ടോ. അങ്ങനെ നമ്മൾ അച്ചാറൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ ചോറിന് കൂട്ടാൻ എന്ന് പറഞ്ഞൊരു മെയിൻ കൂട്ടാൻ അച്ചാർ തന്നെയായിരിക്കും. ഒരു 4-5 ദിവസം കൊണ്ട് നമ്മളിത് തീർക്കുകയും ചെയ്യും. ഒരു 3-4 മാങ്ങ എടുത്തിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എണ്ണ കിനിഞ്ഞ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം.